സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വൃക്കരോഗികൾക്ക് പൂർണ്ണമായും സൗജന്യ ഡയാലിസിസ് നൽകി സേവനരംഗത്ത് ലോകശ്രദ്ധ നേടിയ കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രം ജീവകാരുണ്യ സേവന രംഗത്ത് പുതിയ ചുവട് വയ്ക്കുകയാണ്. ഓട്ടിസം ബാധിച്ചവർക്കും വാർദ്ധക്യം കാരണം പ്രയാസം അനുഭവിക്കുന്നവർക്കും മറ്റും ആശ്വാസം നൽകുന്ന ഒരു ഹാപ്പിനെസ് കേന്ദ്രം സ്റ്റെപ്സ് അഥവാ ശിഹാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോൺ. മുതുവല്ലൂർ പഞ്ചായത്തിലെ വെട്ടുകാട് 34 കോടി രൂപ ചെലവിലാണ് കെട്ടിടം ഒരുങ്ങുന്നത്. ഫെബ്രുവരി 9 വൈകിട്ട് 4 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടുമെന്ന് ചെയർമാൻ PA ജബ്ബാർ ഹാജി അറിയിച്ചു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ കീഴിൽ ഇപ്പോൾ 25 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ട്. അതിൽ മാത്രം 9000-ലേറെ കുട്ടികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജില്ലാ കലക്ട്രേറ്റിൽ നിന്ന് ലഭ്യമായത്. അപ്പോൾ അത്രയും ഈ കുട്ടികളെ, ഈ പ്രയാസം അനുഭവിക്കുന്നവരെ കഴിയുന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ പരിചരണവും സ്നേഹസ്വാന്തനവും എല്ലാം നൽകി തിരിച്ചവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കും. കൂടാതെ ഒരു 50-60 ആളുകളെ, ഏറ്റവും അനിവാര്യമായ ആളുകളെ അക്കമഡേറ്റ് ചെയ്ത് ഇവിടെ നിന്നുള്ള മറ്റുള്ള പരിചരണവും കൊടുക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, വീട്ടിൽ കിടപ്പിലായി പോയവരെ നമ്മുടെ വാഹനം പോയി അവരെ കൊണ്ടുവന്ന് തിരിച്ച് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാം നൽകുകയാണ്. സമൂഹത്തിൽ വിവിധ കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടുന്നവർക്കുള്ള ആശ്വാസവും ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള പ്രതീക്ഷയും നൽകുകയാണ് ഉദ്ദേശം. വലിയ ദൗത്യമാണ് ഏറ്റെടുക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ചെയർമാൻ PA ജബ്ബാർ ഹാജി, CEO PV മൂസ, ബോർഡ് അംഗം PV ഹസൻ, സിദ്ദിഖ് ബാബു, സെക്രട്ടറി CT മുഹമ്മദ്, ഡയറക്ടർമാരായ രായൻകുട്ടി നീറാട്, VP സിദ്ദിഖ്, KA സഗീർ, VP നാസർ, മൂസ ഫൗലദ്, മാനേജർ TM ഫസൽ ഹക്ക്, അസ്ലം ഷെർഖാൻ, MP സിദ്ദിഖ് പരതക്കാട്, T മരക്കാർ കുട്ടി ഹാജി, P ഉണ്ണിമൊയ്തീൻ കുട്ടി ഹാജി, MC ഇബ്രാഹിം എന്നിവർ അറിയിച്ചു. ഡോക്ടർമാരുടെ സേവനവും ഭക്ഷണവും മരുന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർക്ക് അനിവാര്യമായത് അതെല്ലാം നൽകി അവർക്ക് ആവശ്യമായ വിനോദങ്ങളിലും അവർക്ക് ഏർപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളോടൊത്ത് ഉല്ലസിക്കാനുമൊക്കെയുള്ള അവസരം, എല്ലാവരും ഒരുമിച്ച് കാണാനുള്ളത്, അവർക്ക് ഈ മറ്റ് മതപരമായ കാര്യങ്ങളിലുള്ള ഉത്ബോധനം, മറ്റ് ജീവിതത്തിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തൽ, അങ്ങനെയെല്ലാം ഒരു ഹാപ്പിനെസ് പാർക്ക് സംഘടിപ്പിച്ച് അതിൽ അവർ നയിപ്പിച്ച് രാത്രി അവരെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്കും. എന്നാൽ അതിലും ഏറെ പ്രയാസം അനുഭവിക്കുന്ന 100ഓളം ആളുകളെ അക്കമഡേറ്റ് ചെയ്യുന്ന സംവിധാനവും ഇവിടെയുണ്ട്. അവരെ ഇവിടെ താമസിപ്പിച്ച് അവർക്കുള്ള ഡോക്ടർമാരുടെയും മറ്റും ചികിത്സ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. കിടപ്പിലായവരെ വീട്ടിൽ നിന്ന് കേന്ദ്രത്തിലെത്തിച്ച് ഒരു പകൽ ആവശ്യമായ പരിചരണം നൽകുക, ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൃത്യമായി ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുക, അനാഥർക്കുള്ള സംരക്ഷണം, വെന്റിലേറ്റർ സൗകര്യം, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ കേന്ദ്രം തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു സൗജന്യ ഹാപ്പിനെസ് പാർക്കാണ് ഉദ്ദേശം. ഈ ഭിന്നശേഷിക്കാരായ മറ്റുള്ളവർക്ക് പല തൊഴിലും ചെയ്യാൻ കഴിയും. അവരെ തൊഴിൽ പരിശീലിപ്പിക്കുകയും പിന്നെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സമൂഹത്തിൽ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ ഒരാളും സംരക്ഷിക്കാനില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്ക് സ്ഥായിയായ സംരക്ഷണ കേന്ദ്രം ഒരുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.